ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് 2025 ജനുവരി PSC ബുള്ളറ്റിൻ സെക്കൻഡ് വോളിയമാണ്. ഫസ്റ്റ് വോളിയം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കറണ്ട് അഫയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പഠിക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ലാസ്റ്റ് നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ലാസ്റ്റ് നോവലിൻ്റെ പേരാണ് അണ്ടിൽ ഓഗസ്റ്റ്. ആരാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്? കൊളംബിയൻ എഴുത്തുകാരനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കൊളംബിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1982. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോവലാണ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ആരുടെയാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നോവലിൻ്റെ പേരാണ് അണ്ടിൽ ഓഗസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് 19th ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ടയിലെ കമ്പാലയാണ്. 19th ചേരിചേരാ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റഷ്യയിലെ കസാനിലാണ്. ബ്രിക്സ് നിലവിൽ വന്നത് എന്നാണ്? 2010 ബ്രിക്സ് നിലവിൽ വന്നത്. 2006 ബ്രിക് നിലവിൽ വന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 4 രാജ്യങ്ങൾ കൂടി ചേർന്ന് 2006 ബ്രിക് വന്നത്. ദക്ഷിണാഫ്രിക്കയും കൂടി ചേർന്ന് 2010 ബ്രിക്സ് ആയി. നിലവിൽ എത്ര രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്? 11 രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. ലാസ്റ്റ് മെമ്പർ ആരാണ്? ഇന്തോനേഷ്യയാണ് ബ്രിക്സിൽ അംഗമായ ലാസ്റ്റ് രാജ്യം. 2024 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ 5 രാജ്യങ്ങളാണ് എത്യോപ്യ, ഇറാൻ, ഈജിപ്റ്റ്, സൗദി അറേബ്യ ആൻഡ് UAE. ഓക്കെ, നമ്മൾ പഠിച്ചത് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് റഷ്യയിലെ കസാനിലായിരുന്നു. 2025 വേദി എവിടെയാണ്? അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2025 ബ്രിക്സ് വേദി ബ്രസീലിലാണ്. 2025 ബ്രിക്സ് വേദി എവിടെയാണ്? ബ്രസീലിലാണ്. ഓക്കെ, കിട്ടിക്കാണുമല്ലോ. അടുത്തത് 2025 G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 G20 ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 G20 ബ്രസീലിലായിരുന്നു. 2025 ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യയിൽ G20 വേദിയായതെന്നാണ്? 2023 ഇന്ത്യ G20ക്ക് വേദിയായത്. 2023 G20 ഇന്ത്യ, 24 ബ്രസീൽ, 25 ദക്ഷിണാഫ്രിക്ക. ഓക്കെ, നെക്സ്റ്റ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തിരഞ്ഞെടുത്തിട്ട് പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്ന വനിതയാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന. പിന്നീട് രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്തു. നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. നെക്സ്റ്റ്, UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? UN അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ക്യാമലിഡ്സ് വർഷമാണ് 2024. 2023 എന്തിൻ്റെ വർഷമായിരുന്നു? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം, മില്ലറ്റ്സ് ഇയർ ആയിരുന്നു 2023. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം, ക്യാമലിഡ്സ് വർഷം. 2025 എന്തിൻ്റെയാണ്? 2025 അന്താരാഷ്ട്ര ഹിമാനി വർഷമാണ്, അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമാണ്, അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം കൂടിയാണ്. എന്താണ്? 2023 ചെറുധാന്യ വർഷം, 2024 ഒട്ടക വർഷം, 2025 എന്താണ്? 2025 ഹിമാനി വർഷമാണ്, സഹകരണ വർഷമാണ്, ക്വാണ്ടം സയൻസ് വർഷമാണ്, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം കൂടിയാണ് 2025. ഓക്കെ, ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി എന്താണ്? കുവൈറ്റ് ദിനാറാണ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ശക്തമായ സൈന്യമുള്ളതിൽ 1ാം സ്ഥാനം അമേരിക്കയ്ക്ക്, 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്.
ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനോനെങ്കോ ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ് ദാവോസ്. എപ്പോഴും ദാവോസാണ്. ഇപ്പോൾ നടന്നത് 54ാമത്തെയാണെന്ന് ഓർമ്മിക്കുക. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണ്? കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്പാണ് ഹിയർ ഹു. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസാണ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് യൂനുസ്. ഓക്കെ, അടുത്തത് 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലവോട്ടോബി. ഇവിടുത്തെ അഗ്നിപർവ്വതമാണ് ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതമാണ്. റെയ്ക്കാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഏത് രാജ്യത്തെയാണ്? റെയ്ക്കാനസ് ഐസ്ലാൻഡിലെയാണ്. മൗണ്ട് ലവോട്ടോബി ലാക്കി ഇന്തോനേഷ്യയിലെയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ലണ്ടൻ. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? ലണ്ടനാണ്. 2023 ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൊമാലിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 93ആണ്. ട്രാൻസ്പാരൻസി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ഏറ്റവും അഴിമതി കൂടിയത് സൊമാലിയയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഇൻസ്റ്റാഗ്രാമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തത് ഏതാണ്? ഇൻസ്റ്റാഗ്രാമാണ്. ചാറ്റ് ജിപിടിക്ക് ബദലായി എലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. ചാറ്റ് ജിപിടിക്ക് ബദലായി എലോൺ മസ്ക് അവതരിപ്പിച്ച സംവിധാനം എന്താണ്? ഗ്രോക്ക്. എലോൺ മസ്കിൻ്റെ മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ആദ്യമായിട്ട് മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. ഓക്കെ, അടുത്തത് ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യായാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ആണ്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യായാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയത് ലയണൽ മെസ്സിയാണ്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയത്. 2024 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ക്രിസ്റ്റീന പ്ലിസ്കോവയാണ് 2024 ലോകസുന്ദരി. എവിടായിരുന്നു വേദി? ഇന്ത്യയിലെ മുംബൈ ആയിരുന്നു മത്സരവേദി. ക്രിസ്റ്റീന പ്ലിസ്കോവ ഏത് രാജ്യക്കാരിയാണ്? ചെക്ക് റിപ്പബ്ലിക്കാരി ക്രിസ്റ്റീന പ്ലിസ്കോവയാണ് 2024 ലോകസുന്ദരി. മത്സരവേദി ഇന്ത്യയിലെ മുംബൈ ആയിരുന്നു. 2024 വിശ്വസുന്ദരി ആരാണ്? 2024 വിശ്വസുന്ദരിയാണ് വിക്ടോറിയ കാജർ തെയിൽവിക് ആണ് 2024 വിശ്വസുന്ദരി. ഏതു രാജ്യക്കാരിയാണ്? ഡെൻമാർക്ക് സ്വദേശിയാണ്. ഡെൻമാർക്ക്. മത്സരവേദി എവിടെയായിരുന്നു? മെക്സിക്കോ ആയിരുന്നു മത്സരവേദി. 2024 വിശ്വസുന്ദരി വിക്ടോറിയ കാജർ തെയിൽവിക് ഡെൻമാർക്ക് സ്വദേശിയാണ്. മെക്സിക്കോ ആയിരുന്നു മത്സരവേദി. 2024 മിസ് ഇന്ത്യ ആരായിരുന്നു? നികിത പർവാൾ. മധ്യപ്രദേശ് സ്വദേശിനി നികിത പർവാൾ ആയിരുന്നു 2024 മിസ് ഇന്ത്യ. ഓക്കെ, നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. നാറ്റോയിലെ ലാസ്റ്റ് മെമ്പറാണ് സ്വീഡൻ. നാറ്റോ നിലവിൽ വന്നത് എന്നാണ്? 1949 1949 നാറ്റോ നിലവിൽ വന്നത്. നാറ്റോയുടെ ആസ്ഥാനം
എവിടെയാണ്? ബെൽജിയത്തിൽ ബ്രസൽസാണ്. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. ഓക്കെ, രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാനാണ്. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് ടി ബി. യെസ് വി ക്യാൻ എൻഡ് ടി ബി. യെസ് വി ക്യാൻ എൻഡ് ടി ബി 2024 ലോക ക്ഷയരോഗ ദിന പ്രമേയമാണ്. എന്നാണ് ലോക ക്ഷയരോഗ ദിനം? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ബീറ്റ് ലെപ്രസി 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് ലെപ്രസി. എന്നാണ് ലോക കുഷ്ഠരോഗ ദിനം? ജനുവരിയിലെ ലാസ്റ്റ് സൺഡേ ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ ജനുവരി 30 കേട്ടോ. ഇന്ത്യയിൽ നമ്മൾ ജനുവരി 30 വേൾഡ് കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക കുഷ്ഠരോഗ ദിനം എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ജനുവരിയിലെ ലാസ്റ്റ് സൺഡേ ആണ്. ഈ വർഷത്തെ പ്രമേയം 2024 പ്രമേയം എന്തായിരുന്നു? ബീറ്റ് ലെപ്രസി എന്നായിരുന്നു. ബീറ്റ് ലെപ്രസി. ഭൂമിക്കപ്പുറത്ത് ജീവൻ്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. COP30. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലിലെ ബെലേമിലാണ്. നമ്മൾ 2025 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണെന്നാണ് പറഞ്ഞത്? 2025 ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. 2025 COP30 UN കാലാവസ്ഥാ ഉച്ചകോടിയും ബ്രസീലിലാണ്. ഓക്കെ, രണ്ടും 2025 ബ്രസീലിലാണ്. 2024 G20 വേദിയും ബ്രസീലിലായിരുന്നു. ഓക്കെ, ഇനി COP29 വേദി എവിടെയായിരുന്നു? 2024 COP29 വേദി അസർബൈജാനിലെ ബാക്കു ആയിരുന്നു. COP28 വേദി ദുബായിലുമായിരുന്നു കേട്ടോ. COP28 വേദി ദുബായിലുമായിരുന്നു. അടുത്തിടെ ടിബറ്റൻ നാടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. അടുത്തിടെ ടിബറ്റൻ നാടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ചൈനയാണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നെമോയിൽ ആദ്യമായി എത്തിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് സ്വദേശി ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തിയാണ് ബ്രിട്ടീഷ് സ്വദേശി ക്രിസ് ബ്രൗൺ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ആര്? ഗാരി കാസ്പറോവ് ആണ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം ഫിൻലാൻഡിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഏറ്റവും സന്തോഷം കുറഞ്ഞത് ആർക്കാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 126. ലോക ട്രാൻസ്പാരൻസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 93 1-ാം സ്ഥാനം ഡെൻമാർക്ക്, ലാസ്റ്റുള്ളത് സൊമാലിയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. മാനവ വികസന സൂചിക റിപ്പോർട്ട് ലാസ്റ്റ് പുറത്തിറക്കിയത് 2022 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 134. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. ഓക്കെ, ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്. ഏറ്റവും സമ്പന്നൻ ആരാണ്? ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ആണ്. WTOയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് തിമൂർ ലെസ്റ്റെ ആൻഡ് കോമറോസ്. തിമൂർ ലെസ്റ്റെയും കോമറോസുമാണ് WTO ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറയാണ്. പൊക്കാറ. ലോകത്തിലെ ആദ്യ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ്. ലോകത്തിലെ ആദ്യ 3D പ്രിൻറ്റഡ് മസ്ജിദ് എവിടെയാണ് വരുന്നത്? സൗദി അറേബ്യയിൽ. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ആർട്ടിമിസ്. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന നാസയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആർട്ടിമിസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. ലൈഫ് മൈ സ്റ്റോറി
ഓക്കെ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ വേറൊരു ആത്മകഥയാണ് ഹോപ്പ്. ഹോപ്പ് ആരുടെ ആത്മകഥയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്നെ ആത്മകഥയാണ് ഹോപ്പ്. ഓക്കെ. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം റീഡ് യുവർ വേ. ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23. ഈ വർഷത്തെ പ്രമേയം റീഡ് യുവർ വേ. ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ആണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് എന്നാണ്? ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ്. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ഭൗമദിനം എന്നാണ്? ലോക ഭൗമദിനം ഏപ്രിൽ 22. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് ലോക ഭൗമദിനത്തിൻ്റെ ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു. ഡെവിൾ ധൂമകേതു. 2024 ഏപ്രിലിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യം ഇറ്റലിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. 2024 G7 ഇറ്റലി. 2025 ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാനഡയിലാണ് G7 വേദി. കാനഡയിലാണ്. 2023 നടന്നത് ജപ്പാനിലെ ഹിരോഷിമയിലുമായിരുന്നു കേട്ടോ. 2023 G7 വേദി ജപ്പാനിലെ ഹിരോഷിമ, 24 ഇറ്റലി, 25 കാനഡ. ഓക്കെ. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിതും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിതും ഗുഹ എവിടെയാണ്? കെനിയയിലാണ്. ഇറാൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമാ-ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിലാണ്? ശ്രീലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉമാ-ഓയ ജലവൈദ്യുത പദ്ധതി ശ്രീലങ്കയിലാണ്. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ നഗരമാണ് ഇറ്റലിയിലെ വെനീസ്. ഇറ്റലിയിലെ വെനീസ് ആണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയത്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? റൊമാനിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചത്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ആത്മകഥയാണ്, ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. പാട്രിയറ്റ് ആരുടെയാണ്? അലക്സി നവാൽനി. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവായിരുന്നു അലക്സി നവാൽനി. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. പാട്രിയറ്റ്. 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ഇന്തോനേഷ്യയിലാണ്. റുവാങ്, ഇന്തോനേഷ്യ. വേറെ ഒരെണ്ണം പഠിച്ചല്ലോ, മൗണ്ട് ലെവോട്ടോബി ലാക്കി, ഇന്തോനേഷ്യ. റെയ്ക്കാൻസി അഗ്നിപർവ്വതം എവിടെയാണ്? ഐസ്ലാൻഡിലാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽബാഷ കൊട്ടാരം. അൽബാഷ കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാസയിൽ സ്ഥിതി ചെയ്യുന്നു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി വേദിയാണ് അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അബുദാബിയാണ്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദോഹ. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എവിടെയാണ്? ഹമദ്, ദോഹ. ഖത്തറിലെ വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. IMFൻ്റെ ഡയറക്ടറായിട്ട് വീണ്ടും തിരഞ്ഞെടുത്തത് ക്രിസ്റ്റലീന ജോർജീവ. IMF ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിൻ എന്താണ് പേര്? MEN5CV. MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയത് ആരാണ്? നൈജീരിയയാണ്. MEN5CV, നൈജീരിയ. യൂറോപ്യൻ ജാപ്പാനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് ബെപ്പി കൊളംബോ. ഏത് ഗ്രഹത്തിലേക്കുള്ളതാണ്? ബുധനിലേക്കുള്ളതാണ് ബെപ്പി കൊളംബോ. ആരുടെയൊക്കെയാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാനും. ആരൊക്കെയാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ. ഏതു രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജുഡിത്ത് സുമിൻവ ടുലുക്ക നിയമിതയായത്? ജുഡിത്ത് സുമിൻവ ടുലുക്ക ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ്. ആര്? ജുഡിത്ത് സുമിൻവ ടുലുക്ക. ഓക്കെ, നല്ല പേരല്ലേ, ജുഡിത്ത് സുമിൻവ ടുലുക്ക. ഓക്കെ, നമുക്കിന്ന് ഇത്രയും മതി.
6 പേപ്പറുണ്ട്. ഓക്കെ, 6 പേജുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ 2 പേജ് പിടിക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.